മുന്നണി സംവിധാനം രൂപീകരിച്ച് 101 സീറ്റുകൾ വീതം ഐക്യ ജനതാദളും BJPയും മത്സരിക്കും. ബാക്കിയുള്ള സീറ്റുകളിൽ ചിരാഗ് പാസ്വാനും ജതൻ റാം മഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയൊക്കെ മത്സരിക്കുമെന്ന് തീരുമാനമാക്കിയിട്ടും വലിയ തോതിൽ പ്രാദേശിക പ്രക്ഷോഭം 40ഓളം മണ്ഡലങ്ങളിൽ ഉടലെടുത്തിരിക്കുകയാണ്. വൈശാലി ജില്ലയിലടക്കം ബുക്സാറിലും വൈശാലിയിലും ഒക്കെ വലിയ പ്രശ്നങ്ങളാണ്. വാൽമീകി നഗറിലും പ്രശ്നങ്ങൾ അതിരൂക്ഷമായി മാറുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒന്ന് ആലോചിക്കണം, ഈസ്റ്റ് ചമ്പാരൻ മേഖലയിലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അതിരൂക്ഷമാവുകയാണ്. ഇത് ഇവിടെ ഒന്നും നിൽക്കില്ല. നിതീഷ് കുമാറിനെ താറടിക്കാൻ വേണ്ടി മനഃപൂർവ്വം BJP അവരെ പരാജയപ്പെടുത്താനുള്ള രഹസ്യ നീക്കങ്ങൾ നടത്തുകയാണെന്ന് ഇതിനോടകം തന്നെ ലലൻ സിംഗ് പോലും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ലലൻ സിംഗ് മന്ത്രിസഭയിൽ നിന്നും രാജിവെക്കുമോ എന്നുള്ളത് മാത്രമാണ് കാണേണ്ടത്. ഐക്യ ജനതാദൾ BJP കോമ്പിനേഷൻ വർക്കൗട്ട് ആകില്ല എന്ന് പല ഐക്യ ജനതാദൾ നേതാക്കളും തുറന്നടിച്ചിരിക്കുന്നു. നിതീഷെ, ഇത് കൈവിട്ട കളിയാണ് എന്ന് ലലൻ സിംഗ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് മനസ്സിലാകുന്ന ഒരു കാഴ്ച, വലിയ തോതിലുള്ള അട്ടിമറിക്ക് വേണ്ടി BJP അവിടെ പടക്കളം ഒരുക്കിയിരിക്കുകയാണ് എന്നുള്ളതാണ്. മഹാരാഷ്ട്രയിലെ സന്ദേശം തന്നെയാണ് ബീഹാറിലും കൊടുക്കാൻ BJP ശ്രമിക്കുന്നതെന്ന് ഏറെക്കുറെ വ്യക്തമാകുന്ന സാഹചര്യമാണ്. മഹാരാഷ്ട്രയിൽ നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് ഷിൻഡെയെ യൂസ് ചെയ്ത് ഫട്നാവിസ് പിൻവാതിലൂടെ അധികാരത്തിലേക്ക് ഏറിയത് എന്നുള്ളത്. അതായത് നാഗ്പൂർ സൗത്ത് വെസ്റ്റിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ പോലും വലിയ അട്ടിമറിയിലൂടെയാണ് അവിടെ ദേവേന്ദ്ര ഗംഗാധർ ഫട്നാവിസ് വിജയിച്ചത് എന്ന് ഏവരെയും ബോധ്യപ്പെടുത്തുകയാണ് കോൺഗ്രസ് നേതൃത്വം ചെയ്തത്. അതിനു മുമ്പ് നാഗ്പൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗഡ്കരിക്ക് വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ച ഉണ്ടായിരുന്നു. പെട്ടെന്ന് എങ്ങനെയാണ് ആ വോട്ടുകളെല്ലാം BJPയിലേക്ക് വന്നടിഞ്ഞത്? അതിൽ വലിയ രീതിയിലുള്ള കൃത്രിമത്വം ഉണ്ടെന്ന് ഗഡ്കരി തന്നെ പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ ഇതാ ബീഹാറിൽ വലിയ തോതിലുള്ള ട്വിസ്റ്റാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അവിടെ നടത്തുന്ന അട്ടിമറിക്ക് തങ്ങൾ കൂട്ടു നിൽക്കില്ല. ഇത് കാട്ടു ചതിയാണെന്ന് ഐക്യ ജനതാദൾ തുറന്നടിക്കുകയാണ്. ഐക്യ ജനതാദളിനെ നിർവീര്യമാക്കാൻ വേണ്ടിയുള്ള വലിയ തോതിലുള്ള കളികളാണ് അണിയറയിൽ ഒരുങ്ങുന്നത് എന്ന് വളരെ വൈകിയാണ് നിതീഷ് ആ സത്യം മനസ്സിലാക്കുന്നത്. നിതീഷ് BJPയോടൊപ്പം വീണ്ടും ഒട്ടാൻ ചെന്നതോടെ BJPക്ക് ചതിക്കാനും വലിച്ചു കീറാനുള്ള അവസരമാണ് ഒരുക്കി കൊടുത്തതെന്നും നിതീഷ് ഇനി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നുമാണ് RJDയുടെ നേതാവായ ലാലു പ്രസാദ് യാദവ് പറഞ്ഞിരിക്കുന്നത്. ലാലുവിന്റെ മുന്നിൽ രണ്ട് കാര്യങ്ങളാണ് തെളിഞ്ഞിരിക്കുന്നത്. ഒന്ന്, തമ്മിലടിച്ച് മുടിയാൻ പോവുകയാണ് നിതീഷും BJPക്കാരും. രണ്ടാമത്, RJDയുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാകും. കാരണം വോട്ട് ചോരി വിഷയം ജനങ്ങളിൽ അത്രമേൽ ആഴ്ന്നിറങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ജനങ്ങളെ പരസ്യമായി പമ്പര വിഡ്ഢികളാക്കുന്ന ഇലക്ഷൻ കമ്മീഷന്റെ നടപടികൾക്കെതിരെ വോട്ട് ചെയ്യണമെന്നാണ് RJDയുടെ പരസ്യ പ്രതികരണം.